ചേട്ടാ, മണിയുടെ ചേട്ടാ, ഗുണ്ടാ പുഷ്കരൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഓടിക്കോ ഓടിക്കോ. അയ്യോ, ചേട്ടനല്ലേ ആ കേസിന് സാക്ഷി പറഞ്ഞു? അതെ, ഓടിക്കോ. അയ്യോ, അയ്യോ പുഷ്കര, എന്നെ ഒന്നും ചെയ്യല്ലേ. കാരണമാണ് ഞാൻ 3 വർഷം ജയിലിൽ കിടന്നത്. സാക്ഷി Ortho, I am Bharat Chandran. Just remember that. നാണം കരുതരുത്, തിരിച്ചു തല്ലരുത്. സ്റ്റേഷൻ വരെ പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു ഷോ കൂടെ കാണിക്കും, ഒന്നും തോന്നല്ലേ? പോയി വണ്ടി കാര്യം എന്തൊക്കെ പറഞ്ഞാലും സാറ് ചെയ്ത എനിക്ക് വലിയ ക്ഷീണമായി പോയി. പുഷ്കരൻ വലിയ ഗുണ്ടയാണ്, ഫാൻസ് ഒക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ പുഷ്കരൻ ഞങ്ങളുടെ കാര്യം ചിന്തിച്ചു നോക്ക്. ഞങ്ങള് പോലീസാ, സകല ഗുണ്ടകളെയും അടിച്ചൊതുക്കും എന്നൊരു ഫീല് ജനത്തിനുണ്ട്, അത് മറക്കരുത്. എന്റെ പൊന്ന് സാറേ, എന്നെ ഗുണ്ടാ പണി പഠിപ്പിച്ച എന്റെ ആശാൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. പക്ഷെ സാറിന്റെ ആടിയുടെ വേദന വല്ലാത്തതായി പോയി സാറേ. അതിനിടയ്ക്ക് ഏതൊരു പയ്യൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ എടുത്ത് വാട്സാപ്പിലേക്ക് ഇട്ടിരിക്കുക. സാറേ, എന്റെ എതിരാളി കടി സുനിക്കൊക്കെ ചിരിക്കുക, ഇനി വേറെ എന്തെങ്കിലും വേണോ? എന്റെ ഗുണ്ട ഇമേജ് കംപ്ലീറ്റ് പോയി സാറേ. വല്ല അടിപിടിക്കും കൊട്ടേഷനൊക്കെ ഇനി ആരെങ്കിലും വിളിക്കോ സാറേ? എന്റെ പുഷ്കര, താൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. സാറ് വന്നത് തന്നെ തല്ലാനൊന്നുമല്ല, പിന്നെ എന്റെ തല ഓടാനാ. പുഷ്കര, തനിക്കൊരു പണി തരാനാ. ആ പണി കൊണ്ടാണല്ലോ ഞാനിപ്പോ പെട്ടുപോയത്. ആ പണിയല്ല, ഇത് തനിക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. ആണോ സാറേ? എന്തു ഗുണം? എന്റെ പുഷ്കര, തനിക്ക് മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ശരിയാക്കിയ കാര്യം പറയാനാ സാറ് വന്നത്. ആണോ സാറേ? എന്നാ നേരത്തെ പറയണ്ടേ? ആ കൊള്ളാം, അത് പറയാൻ താൻ ഒരു ഗ്യാപ്പ് തരണ്ടേ? തന്നെ ഫോൺ വിളിച്ചാൽ താൻ ഫോൺ എടുക്കത്തില്ല. തന്നെ ജയിലിൽ നിന്ന് വിട്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഫോൺ വിളിക്കുക. കൊട്ടേഷൻ വല്ലതാണോ സാറേ? കൊട്ടേഷനും പുല്ലൊന്നുമല്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു ഗുണ്ടയ്ക്ക് മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഏത് പണിയുണ്ട് സാറേ? അതൊക്കെ ഉണ്ട്. താൻ അലയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നാ അത് വലിയ കോപ്പറേറ്റീവ് കമ്പനി അല്ലേ സാറേ? അതെനിക്കറിയാം. ആ കമ്പനിയില് നാളെ ഒരു വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. വാക്കിൻ ഇന്റർവ്യൂ അതായത് എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയി കാണുന്ന ഒരു ഇന്റർവ്യൂ. അതിനുവേണ്ടി സാറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ 11 മണിക്ക് സ്കൈ വ്യൂ പ്ലാസ ഹോട്ടലിൽ താൻ ചെന്നേച്ചാ മതി. ഇന്റർവ്യൂ? ഞാൻ പണ്ടം കണ്ടോ 10ാം ക്ലാസ്സിൽ തോറ്റൊരു സർട്ടിഫിക്കറ്റ് വീട്ടിരിപ്പുണ്ട്. അത് മിക്കവാറും എലിയറിന്റെ കാണും. ഒരു സർട്ടിഫിക്കറ്റ് വേണല്ലോ, താനൊന്ന് പോയേച്ചാ മതി. ഓക്കെ സാർ. പിന്നെ അവന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തനിക്ക് അറിയാവുന്ന പോലുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. അതെ സാറേ, ഈ ജോലിക്ക് കയറിയാലേ കൊട്ടേഷൻ പണിക്ക് ലീവ് കിട്ടും. എന്റെ പുഷ്കര, വല്ലോന്റെയും തല്ലുകൊണ്ട് നറോട് കടന്ന് ചാകാതിരിക്കാൻ ദയവായിട്ട് കാണിക്കുന്ന വഴിയായത്. അപ്പോഴാ അവന്റെ ഒരു കൊട്ടേഷൻ. എന്റെ സാറേ, ഈ അട്ടയെ പിടിച്ച മെത്തയെ കിടത്തിയ കിടക്കൂല എന്ന് പറയുന്നത് നേരാ. എന്റെ പുഷ്കര, താൻ എന്തിനാ ഈ കൊട്ടേഷൻ പണിക്ക് പോകുന്നേ? തനിക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള കാശ് അത് ഈ പറയുന്ന അലയൻസ് കമ്പനിക്കാര് തരും. പിന്നെ എന്തിനാ ഈ കൊട്ടേഷന് പോകുന്നേ? അത് ശരിയാ. എന്നാ പിന്നെ പ്രശ്നമില്ല സാറേ. ഒരു സാധന സമയത്തിന് നോക്കിയാ കാണില്ല. പാന്റ് എന്തിനായിട്ടാ പാന്റ്? ഗുണ്ടകളുടെ യൂണിഫോം ഷർട്ടും ലുങ്കിയല്ലേ? അല്ലേലും ചേട്ടന് പാൻസ് ഒന്നും ചേർത്തില്ല. യൂണിഫോമാ? എടി, ഗുണ്ടകൾക്ക് അങ്ങനെ യൂണിഫോം ഒന്നുമില്ല. അങ്ങ് ബോംബെയിലെ ദാദാമാര് മുണ്ടിൽ ലുങ്കി കിടന്നല്ലേ കൊട്ടേഷൻ നടത്തുന്നത്. നീ എന്റെ പാന്റ് എടുത്താടി. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം കൊച്ചു പിള്ളേരെ പോലെയാ.
വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ ഞാൻ വേണം. ഇങ്ങോട്ട് മാറിക്കേ. അല്ല ചേട്ടാ, ചേട്ടന് പാന്റ് വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എടി, ഒരു ഇന്റർവ്യൂക്ക് പോകുമ്പോ പാന്റ് ഇടാതെ പോകുന്നത് ശരിയാണോ? അല്ല, ഇന്റർവ്യൂ ഗുണ്ടകൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ചേട്ടാ. ഓ, ഇപ്പൊ ചാനലുകാർ ഓഡിഷൻ നടത്തുന്ന പോലെ കൊട്ടേഷൻകാർക്ക് ഇന്റർവ്യൂ ഓഡിഷൻ ഒക്കെ തുടങ്ങിയോ? എങ്ങനെ തുടങ്ങാതിരിക്കും? നാട് മുഴുവൻ ഗുണ്ടാ വിളയാട്ടം അല്ലേ? നീ വാച കടിക്കാതെ പാന്റ് എടുത്ത് കാടി. എടി, ഇന്റർവ്യൂ അങ്ങ് അലയൻസ് കമ്പനിയിലാ. സത്യമായിട്ട് ചുമ്മാ പോ ചേട്ടാ, കളിയാക്കാതെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയല്ലേ അലയൻസ്. അതില് ചേട്ടൻ ഇന്റർവ്യൂ? ബെഡായി വിടുന്നതിന് ഒരു കണക്കൊക്കെ വേണം. എടി, ഇത് SI സാർ പറഞ്ഞു കിട്ടിയ ഇന്റർവ്യൂ ആടി. കാശൊക്കെ കിട്ടുമോ? പിന്നെ മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഒരു പഠിപ്പും ഇല്ലാത്ത നിങ്ങൾക്ക് മാസം 2 ലക്ഷം രൂപ എണ്ണി തരാൻ അത്ര പൊട്ടന്മാരാണോ കമ്പനി? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ SI സാർ എന്നെ റെക്കമെൻഡ് ചെയ്തതാ. ആട്ടെ, അപ്പൊ ചേട്ടന് കൊട്ടേഷൻ പരിപാടിയൊക്കെ മുടങ്ങത്തില്ലയോ? എടി, ഇനി എന്തിനാടി നമുക്ക് കൊട്ടേഷൻ? ഒരു അല്ലലില്ലാതെ ജീവിക്കാൻ നമുക്ക് കാശ് പോരെ? കാശൊക്കെ മതി. എന്നാലും ചേട്ടാ, ഒരു എന്തോ പോലെ ഗുണ്ടാപ്പണി മതിയാക്കി എന്ന് പറയുന്നതേ മരിച്ചതുപോലെയാ. എടി, നീ എന്നെ കൊലക്കൊടുത്ത് അടങ്ങുമല്ലേ? ആ കടസുനിയൊക്കെ എന്നെയും കാത്തിരിക്കുക. പോയി അവനെ തട്ടിട്ട് വായേട്ടാ. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തെ എന്നെ ഒരു പൂവാലം കളിയാക്കിയപ്പോ ചേട്ടൻ അവനെ തല്ലിയത് ഓർമ്മയില്ലേ? അന്ന് ചേട്ടന്റെ ഫാനായതാ ഞാൻ. ആ ഫാനിൽ കെട്ടു തൂക്കിയല്ലേ നീ എന്റെ ജീവിതം. അത് നോക്കി. എവിടെ? ഇത് തന്നെ. അയ്യോ, പണ്ട് കണ്ട് ബോംബെയിൽ കൊട്ടേഷൻ പണിക്ക് പോയപ്പോ വാങ്ങിയതാ ഇത്. അത് പച്ചയാ. ഇത് കരുനാഗപ്പള്ളിയിൽ കൊട്ടേഷൻ പോകുമ്പോ വാങ്ങിയത്. നീ പോടേണ്ടി. അത് കറുപ്പ്. ഇത് ബോംബെ. അല്ല, ഇത് കരുനാഗപ്പള്ളി. ഇത് ബോംബെ, ബോംബെ, ബോംബെ. അല്ല, കരുനാഗപ്പള്ളി, കരുനാഗപ്പള്ളി. നീ 3 പോടി എഴുന്നേറ്റ്. ഗുണ്ടേ, തന്റെ കളിയൊന്നും ഇവിടെ വേണ്ട. മര്യാദക്ക് സമ്മതിച്ചോ? സമ്മതിച്ച്. കരുനാഗപ്പള്ളി. അങ്ങനെ വഴിക്ക് വാ. എന്താ കറിയാച്ച തന്റെ പരാതി എന്താ? വാടകയ്ക്ക് നിൽക്കുന്നവൻ ഒഴിഞ്ഞു പോകുന്നില്ല. ഒഴിഞ്ഞു പോകാൻ പറയുമ്പോ മുട കാണിക്കുന്നു. ഇതല്ലേ തന്റെ പ്രശ്നം? താൻ ഇങ്ങോട്ട് വന്നൊരു പരാതി എഴുതി താടൂ. എഴുതി തന്നാ സാർ എന്തോ ചെയ്യും? ഒഴിപ്പിച്ച് തരുവോ സാറേ? എന്റെ കറിയാച്ച ഇങ്ങനൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? സർക്കാർ ഞങ്ങൾക്ക് മാസാമാസം ശമ്പളം തരുമ്പം വരുന്ന എല്ലാ കേസും ഞങ്ങൾക്ക് നോക്കണ്ടേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഞങ്ങൾ ആദ്യം നോക്കും. ഉദാഹരണത്തിന് കൊലപാതകം, ബാങ്ക് കവർച്ച, പിടിച്ചുപറി, ഒളിച്ചോട്ടം, അങ്ങനെയെല്ലാം കഴിഞ്ഞ് അവസാനമായിരിക്കും തന്റെ കേസ് എടുക്കുക. അതിപ്പം സർക്കാർ ആശുപത്രി ക്യൂ നിൽക്കുന്ന പോലെ തന്റെ പരാതിയും കുറെ നേരം ക്യൂ നിന്ന് വെയിൽ കൊള്ളും. സാറേ, സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിന്ന പോലെ പറയല്ലേ. ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴേ ഒരു മനുഷ്യരില്ല അവിടെ. ശരി ശരി കറിയാച്ച, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെന്താ സർക്കാർ ആശുപത്രിയിൽ ഒരു മനുഷ്യരില്ലാത്ത? അവിടെ ഡോക്ടർമാരില്ലേ? അയ്യോ, ഡോക്ടറും നഴ്സും ഒക്കെ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആൾ തിരക്കില്ല സാറേ. എന്നാ പിന്നെ ബിവറേജ് ക്യൂ നിൽക്കുന്ന പോലെ പറയാം. അയ്യോ, അതും പറയല്ലേ സാറേ. സാറേ, ഞാൻ ഇന്നലെ ചുമ്മാ 2 മിനിറ്റ് ബിവറേജിന് മുന്നിൽ ക്യൂ നിന്നപ്പോ തന്നെ ഈസി ആയിട്ട് ഒരു ഫുൾ അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് താനത് ഒറ്റയ്ക്ക് വീശിയോ? അതൊക്കെ ഉണ്ട് സാറേ. സാറേ, ഈ സർക്കാർ ആശുപത്രിയിലും ബിവറേജിന്റെ മുന്നിലും ഒക്കെ വലിയ ക്യൂ ഇല്ലാത്തതിന്റെ കാര്യം എന്തുവാ? ആൾക്കാർക്കൊക്കെ രോഗമില്ലായിരിക്കും, അല്ലെങ്കിൽ തണ്ണി അടിക്കാൻ താല്പര്യമില്ലായിരിക്കും, അതായിരിക്കും. ചുമ്മാ പറയല്ലേ സാറേ. പിന്നെ ക്യൂ ഒക്കെ ബാങ്കിന്റെ മുന്നിലല്ലേ? കാശിന് ആൾക്കാർ നെട്ടോട്ടം ഓടുക സാറേ. ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ ഒന്ന് പനിക്കാൻ പോലും നേരമില്ല. എപ്പോഴും ക്യൂവിന്റെ സംസ്ഥാന സമ്മേളനമാ. അത് ശരിയാ. അയ്യോ, ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. എന്റെ കയ്യിലാണ് 2000 രൂപയുടെ ഒരു ഒറ്റ നോട്ടായിരിക്കുന്നത്. തന്റെ ചില്ലറ വല്ല ഇരിപ്പുണ്ടോ? എവിടെ സാറേ? വാട്സപ്പിൽ ഒരു തമാശ സാറ് കണ്ടായിരുന്നോ? എന്തോന്നു? മലപ്പുറം സ്വദേശി തന്റെ കയ്യിലെ 2000-ന്റെ ഒരു ഒറ്റ നോട്ടുമായി സംഘമായി മീൻ വാങ്ങാൻ ആൾക്കാരെ തിരയുന്നു. ജാതി മതമൊന്നും പ്രശ്നമല്ലെന്ന്. ചില്ലറാക്കിയിട്ട് വേണം ആ കുട്ടിക്ക് മരുന്ന് വാങ്ങാനെന്ന്. അതൊക്കെ പോട്ടെ. നമ്മുടെ ഒരു ഫ്രണ്ടാ ഇപ്പൊ വിളിച്ചത്. ആണോ? ഒരു കറിയാച്ചൻ. കാശൊക്കെ ഉള്ള പാർട്ടിയാ. അത് പ്രത്യേകം പറയണോ സാറേ? കാശില്ലാത്ത പാർട്ടിയെ സാറ് ഫ്രണ്ട് ആക്കുവോ? താൻ അധികം കേറല്ലേ. സാറിന്റെ ഫ്രണ്ടായി വേദനിക്കുന്ന കോടീശ്വരന് ഇപ്പൊ എന്താ പ്രശ്നം? പുള്ളിയുടെ ഒരു വാടകക്കാരൻ ഒഴിയുന്നില്ല, വാടക ഇട്ട് കൊടുക്കുന്നുമില്ല. വാടക ചോദിക്കാൻ പോയ ആളെ കോളറിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുക. പുള്ളി ഒരു പരാതി എഴുതി തരട്ടെ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു സർക്കാർ കാര്യമല്ലയോ, മുറ പോലെ അങ്ങ് നടക്കുമെന്ന്. സാറ് പരാതി ഒന്നും വേണ്ടെന്ന് പറയല്ലേ. പരാതിയൊക്കെ കുറെ വേണം സാറേ. എന്തിനാണോ നമ്പർ ഇട്ട് വെക്കാൻ? സാറേ, ഇപ്പൊ തണുപ്പ് കാലമാ വരാൻ പോകുന്നത്. അതിന് കഴിഞ്ഞ 1 വർഷത്തെ പരാതി കടലാസുകളൊക്കെ കൂട്ടിയിട്ടാ ഇന്ന് രാവിലെ തീ കാഞ്ഞത്. എന്റെ ആലിക്കുട്ടി, ഇതൊന്നും പരസ്യമായിട്ട് പറയരുത്. കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്നൊരു തോന്നൽ
എപ്പോഴും ജനങ്ങൾക്കുണ്ടായാൽ മതി. ആ പാവം പൊതുജനം അവരെപ്പോഴും മണ്ടന്മാരാണല്ലോ. അതുകൊണ്ടാണല്ലോ തങ്ങളെ റോഡിലിറക്കി തെണ്ടിക്കാൻ വേണ്ടി ഓരോരുത്തരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് രാജ്യഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് എന്തോ ആവാലോ. അത് കള, താൻ കാര്യത്തിലേക്ക് വാ. നമ്മുടെ കറിയാച്ചന്റെ വാടക വീട് ഒഴിപ്പിക്കാൻ തന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ ബുദ്ധിയിലോ? ആ, ബുദ്ധിരാക്ഷസനല്ലേ മുന്നിൽ നിൽക്കുന്നത്. എന്റെ ഈ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ട് അത് കുഴപ്പമാക്കണോ സാറേ? എടോ താൻ പറയേ, അങ്ങേരുടെ പ്രശ്നം തീർക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ തന്റെ കസ്റ്റഡിയിൽ? തല്ലുകയോ കൊല്ലുകയോ ഒന്നും വേണ്ട, ഒന്ന് ഒഴിപ്പിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആളായിരിക്കണം, അത്രേ ഉള്ളൂ. സാറേ ഫോൺ. അതല്ല. ഹലോ, ഇതിലല്ലേ. ഹലോ. ആ സാറേ, ഞാനാ കറിയാച്ചൻ. എടോ തനിക്ക് 100 ആയുസാണല്ലോ. തന്റെ കാര്യം ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നതേ ഉള്ളൂ. എന്താ വിളിച്ചത്? ആ സാറേ, ഞാനാ പരാതി എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കട്ടെ. ആ വായിക്കേ. എടോ അതിന് തനിക്ക് എഴുത്തൊക്കെ അറിയാവോ? ഞാൻ വിചാരിച്ചു ചുമ്മാ കാശ് കൂട്ടി വെക്കാനല്ലാതെ എഴുത്തും വായനയൊന്നും അറിയത്തില്ലെന്നാ. ചുമ്മാ കളിയാക്കാതെ സാറേ, ഞാൻ ആ പരാതി ഒന്ന് വായിക്കാം. ആ വായിക്കേ. എത്രയും സ്നേഹം നിറഞ്ഞ CI ഷിജു സാർ വായിച്ചറിയാൻ. എത്രയും സ്നേഹം നിറഞ്ഞു. താനെന്തോടെ എന്നെ പ്രേമിക്കാൻ പോവാണോ? താനാ പരാതി വലിച്ചു കയറിയിട്ടൊന്ന് പോയടോ വെച്ചിട്ട്. എടോ ഒരു വാടകക്കാരെ ഒഴിപ്പിക്കാൻ CIക്ക് പരാതി ഇടുന്നത് ഇങ്ങനെയാണോ? ഞാനും സാറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് എഴുതിയതല്ലേ സാറേ. എങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുവാ. അവനെ ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിയോളാം. അതിന് പരാതിയും കിരാതിയും ഒന്നും വേണ്ട. എന്നെ കാണേണ്ട പോലെ ഒന്ന് കണ്ടാ മതി. അതൊക്കെ ചെയ്യാൻ സാറേ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, തന്റെ കാര്യം ഞാൻ ഏറ്റു. ധൈര്യമായിട്ടിരിക്കും. എടോ ഞാൻ ഏറ്റേക്കുവാ. തന്റെ കയ്യിൽ ഇതിന് പറ്റിയ വല്ല കക്ഷികളും ഉണ്ടോ? അത്യാവശ്യത്തിന് കിട്ടുകയും വേണം. അത്ര വലിയ എമൗണ്ട് വാങ്ങുന്ന ഗുണ്ടകളാരും വേണ്ട. എന്റെ സാറേ, നമ്മുടെ കയ്യിൽ രക്തം വെച്ചിട്ട് നമ്മൾ എന്തിനാ വല്ലോടത്തും പോണത്? നമ്മുടെ ഗുണ്ടാ പുഷ്കരനിരിക്കല്ലേ. അതിനവന് ഔട്ട് ഓഫ് സ്റ്റേഷൻ അല്ലേ? അപ്പൊ സാർ അതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു, റിലീസായി, ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞ്. എന്നിട്ട് ആ തണ്ടി എന്നോട് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് സാറേ, അടി ഇടി പിടിച്ചു പറയ അലവലാദികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് സാറേ. അതിനകത്ത് സകല ഗുണ്ടകളും പിടിച്ചു പറയുമാരും കള്ളന്മാരും എല്ലാം ഉണ്ട് സാറേ. കള്ളന്മാരും ഗുണ്ടകളും ഇറങ്ങുമ്പോ റിലീസായി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. പക്ഷെ ഈ തെണ്ടികൾ ജയിലിലോട്ട് പോകുമ്പോ ഗുഡ് ബൈ, പിന്നെ കാണാന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് പോലും അയക്കൂല. എന്നാ പിന്നെ താൻ ആ ഗുണ്ടാ പുഷ്കരനെ തന്നെ വിളിക്കും. കറിയാച്ചന്റെ കേസാന്ന് പറഞ്ഞാൽ അവൻ കാശ് കൂടുതൽ ചോദിക്കും. തൽക്കാലം തന്റെ ഒരു സ്വന്തക്കാരന്റെ കേസാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവനൊരു മയത്തിലേ മേടിക്കും. ഒന്നുമില്ലേലും മുമ്പ് ജയിലിൽ പോകുന്നതിന് മുന്നേ 2-3 കൊട്ടേഷൻ പിടിച്ചു കൊടുത്തല്ലേ. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാറേ. എടുക്കുന്നില്ല സാറേ, സ്വിച്ച് ഓഫ്. വരവ് വെച്ചിരിക്കുന്നു. ഞാനൊരു പ്രതിയുമായി കോടതി വരെ പോവുക. ആ ചെല്ല്, നോക്കി കണ്ടുമൊക്കെ പോണം. തന്റെ സത്യസന്ധയ അഹിംസയൊക്കെ കണ്ട് തന്റെ കൂടെ വരുന്ന പ്രതി വല്ലയിടത്തും ഓടിപ്പോകാതിരുന്നാ മതി. എന്നാ താൻ വിട്ടോ. മതി ചവിട്ടി കുലുക്കിയത്. പോന്ന പോക്ക് കണ്ടില്ലേ? ഞാൻ പറയുന്ന ഒന്നും സത്യസന്ധൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. തന്നെ സാറേ തന്നെ. നമുക്ക് ആ ഗുണ്ടാ പുഷ്കരനെ ഒന്ന് തപ്പിയാലോ? കറിയാച്ചൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാ, ഒഴിയാൻ പറ്റില്ല. താൻ വാ. അല്ല സാറേ, ഫുഡ് കഴിച്ചിട്ട് പോയാ പോരെ? ഫുഡൊക്കെ പോന്ന പോക്കി കറിയാച്ചന്റെ ഹോട്ടലിൽ നിന്ന് കഴിക്കാമല്ലോ. ഇനി കുറെ കാലം ചെലവൊക്കെ കറിയാച്ചന്റെ അക്കൗണ്ടിൽ നിന്നാ. ഒരു കാര്യം, ഇനി ഇത് തൊട്ടു പോകരുത്. ഇല്ല, എന്നാൽ സാറിന്റെ ബുദ്ധി സമ്മതിക്കണം. ഇതൊക്കെ എന്തോ സാറേ, ഞാനും കൂടെ വരട്ടെ. എങ്ങോട്ട്? എവിടെയെങ്കിലും ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കാനായിരിക്കും ശീല സാറിന്. അയ്യോ അല്ല, ഡ്യൂട്ടി സമയത്ത് ക്യാൻവാസിന് പോകുന്നത് മോശമല്ലേ സാറേ? കേറ് വണ്ടി ഏറൂ. അല്ല സാറേ, ഏത് വഴിക്കാ പോകുന്നേ? അങ്ങനെ ഇന്ന വഴിയൊന്നൊന്നുമില്ല, ഒരാളെ തപ്പി ഇറങ്ങിയതാ. ആൾ എവിടെയുണ്ടോ അവിടെ പോകും. അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ. അതാരാ അത്രയും വേണ്ടപ്പെട്ട ഒരാള്? അത് സസ്പെൻസാ. പിന്നെ പോലീസുകാർക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾ ആരായിരിക്കും പൊതുവെ? ഏതെങ്കിലും കള്ളനോ തെമ്മാടിയോ ആയിരിക്കും. അത് പിന്നെ പറയാനുണ്ടോ? ഈ ശീല സാറിന് ബുദ്ധിയില്ലെന്ന് പറയുന്നത് വെറുതെയാ സാറേ. കാല ബുദ്ധിയല്ലയോ? ചുമ്മാ ഇരുന്ന് ചളുവ അടിക്കാതെ വണ്ടി എടുക്കരുത്. ആലിക്കുട്ടി സാറേ, ഒന്ന് ഇവിടെ നിർത്തി തരുമോ?
തനിക്കെന്തോ ഇവിടെ കാര്യം? അത് പിന്നെ ഇൻഷുറൻസ് ഓഫീസ് ഇവിടെ അടുത്താ സാറേ. ഇയാളല്ലയോ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കാനല്ലെന്ന്? അയ്യോ, പോളിസി എടുപ്പിക്കാനല്ല സാറേ. പിന്നെ എടുത്ത പോളിസിയുടെ കാശൊക്കെ കയ്യിൽ വെച്ചാ പ്രസന്റേഷൻ അടിച്ചു മാറ്റും. അതുകൊണ്ട് അത് നടക്കാനാ. ഡ്യൂട്ടി ടൈമിലാണോ ഇതിനൊക്കെ പോന്നെ? എന്റെ സാറേ, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പിന്നെ എപ്പോ പോകും? നമുക്ക് ലീവ് ആവുമ്പോ അവർക്ക് ലീവല്ലേ? പോട്ടെ സാറേ. ചെല്ല് ചെല്ല്. താൻ ആൾക്കാരുടെ വാചവഴിച്ച് കൗണ്ടർ അടിക്കാൻ പഠിച്ചു പോയി. ആലിക്കുട്ടി സാറേ, തിരിച്ചു പോകുന്നത് ഇതിലേ കൂടെ തന്നെയാ പോകുന്നെങ്കിൽ ഒന്ന് മിസ് കോൾ അടിക്കണേ. എന്തുവാടി? അല്ല, തിരിച്ചു പോകുന്ന ഇതുവഴിയാണെങ്കിൽ ഒരു മിസ് കാൾ അടിക്കാവോ? മിസ് കോൾ അടിക്കുന്നത് കൊള്ളാം, അവസാനം റീചാർജ് ചെയ്യാതിരുന്നാ മതി. എപ്പോഴും സർക്കാർ വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ശീലമായി പോയതാ. പാവല്ലേ സാറേ, വിട്ടേക്ക്. പാവം ചുമ്മാ ജീവിച്ചു പൊക്കോട്ടെന്നേ. വണ്ടിയെടു. ഹലോ. ആള് മാറിപ്പോയി, സോറി. അല്ല, സാറെന്താ ഈ വഴിക്ക്? പുഷ്കരൻ തന്നെയാണോ? അതെ സാർ. താനെന്താണോ ഈ വേഷത്തിൽ? അല്ല, ഞാൻ തന്നെ ജയിലിൽ നിന്ന് വിട്ടെന്നറിഞ്ഞൊരു കൊട്ടേഷൻ തരാൻ വന്നതാ. ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോവാ സാറേ. ഇന്റർവ്യൂ? തനിക്കോ? അതെ സാർ. ഗുണ്ടകൾക്ക് എന്തോന്ന് ഇന്റർവ്യൂ സാറേ? ചിലപ്പോ ചാനലിലായിരിക്കും. ചാനലുകാർക്ക് ഇപ്പൊ ഈ ഗുണ്ടകളോടാണല്ലോ താല്പര്യം. ഏത് ചാനലിലാണോ? അയ്യോ, അതല്ല സാറേ, മറ്റേ അലയൻസ് കമ്പനിയില്ലേ, മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. SI സാർ പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അത് ശരി. അപ്പൊ ഇന്റർവ്യൂവിന് പോവാണല്ലേ? അതെ. എടാ, ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ ഈ ഫയലിനകത്ത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ വേണ്ടേ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അല്ല സാർ, ഇന്റർവ്യൂ പാസ് ആകുമ്പോൾ അവരെനിക്ക് എന്തെങ്കിലും തരും. അപ്പൊ ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചോളാം. അപ്പൊ നീ പാസ് ആവുകയും ചെയ്യും. സാറേ, രാഹുലത്തിന് സമയം, ഞാൻ പോട്ടെ സാറേ. അപ്പൊ നീ കൊട്ടേഷൻ പണിയൊക്കെ നിർത്തിയോ? ഇനി എന്ത് കൊട്ടേഷൻ സാറേ? ഇതൊക്കെ കിട്ടിയാൽ നമുക്ക് ഇനി എന്ത് കൊട്ടേഷൻ? ഒന്ന് ചോട്ടെ സാർ, അനുഗ്രഹിക്കും സാർ. എനിക്കൊരു സംശയമുണ്ട് സാറേ. ഓക്കെ സാർ. എനിക്ക് സംശയമില്ല, പോയിട്ടോ. ടാറ്റാ പുഷ്കു. എന്റെ അനുഗ്രഹം ഉണ്ടാവും. കാലിൽ വീണല്ലേ. എന്തുവാടോ ഇത്? എന്തോന്ന് ഇന്റർവ്യൂ? മാസം 2 ലക്ഷം രൂപ കിട്ടുന്ന ഏത് ജോലിയാണോ SI തണ്ടി ഇവന് പറഞ്ഞു കൊടുത്തേക്കുന്നേ? ഏതായിരിക്കും? വിളിക്കല്ലേ സാറേ. പുഷ്കരൻ, VK പുഷ്കരൻ. പുഷ്കരൻ. അതെ സാർ. ഗുണ്ടാ പുഷ്കരൻ എന്നറിയപ്പെടുന്നത് നിങ്ങൾ തന്നെയാണോ? അതെ സാർ, ഞാൻ തന്നെയാണ്. SI ദിനേശൻ പറഞ്ഞത് കേട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് കുറെ കൂടി ഹാർഷായിട്ടുള്ള ഒരാളെയാ. ഏയ്, ഇയാള് ശരിയാവില്ല. ഒരു ലുക്കില്ല. താൻ ഏതൊക്കെ കേസിൽ പ്രതിയാണെന്നാണ് പറഞ്ഞത്? ഒരു 7-8 കേസ് ഉണ്ടാവും സാറേ. ചുമ്മാ പറയുന്നതായിരിക്കും. ആ SI അല്ലെങ്കിൽ ആള് ശരിയല്ല. സാറേ, ഇന്നലെ ജയിലിൽ നിന്ന് വിട്ടതേ ഉള്ളൂ ഒരു കുത്തുകേസിനെ. താൻ ആരെയാ കുത്തിയത്? ഒരു പോലീസുകാരനാണ് സാർ. അത്രയ്ക്ക് ആരോഗ്യമില്ലാത്ത പോലീസുകാരൻ? അല്ല സാറേ, നല്ല ആരോഗ്യവാനാ സാറേ. സി പുഷ്കരൻ. അല്ല സാറേ, P ആണ്. എന്റെ അച്ഛന്റെ പേര് പപ്പൻ. ഒരു ജോലിക്ക് വേണ്ടി എന്റെ അച്ഛന്റെ പേര് മാറ്റി പറയല്ലേ സാറേ? അതൊക്കെ വിട്. SI താങ്കളുടെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോ ഞങ്ങൾ കരുതിയത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണ് താങ്കളെന്ന്. ഇതിപ്പോ ഒരുമാതിരി. വി ആർ സോറി മിസ്റ്റർ പുഷ്കരൻ. ഞങ്ങൾ തരുന്ന ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പോകാം. എന്താടാ പറഞ്ഞ? മാസം 2 ലക്ഷം രൂപ ശമ്പളം തരാന്ന് പറഞ്ഞ മനുഷ്യനെ വിളിച്ച് പറഞ്ഞ് പറ്റിക്കുന്നടാ. പുഷ്കരൻ നഷ്ടപ്പെടാനൊന്നുമില്ല, നിനക്കൊക്കെ നഷ്ടപ്പെടാനേ ഉള്ളൂ. വെള്ളം മര്യാദക്ക് വേണം കേട്ടാ. മിസ്റ്റർ പുഷ്കരൻ, യു ആർ സെലക്ടഡ്. സാർ, അങ്ങനെ പറയല്ലേ സാറേ. എന്നെ ജോലിക്ക് എടുക്കും സാറേ. താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നന്ദിയുണ്ട് സാറേ. ഈ തെരഞ്ഞെടുത്ത കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സീനൊക്കെ അങ്ങ് ഒഴിവാക്കാമായിരുന്നു സാറന്മാര്. മിസ്റ്റർ പുഷ്കരൻ, സത്യം പറയാലോ, ആദ്യത്തെ ലുക്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല. ഞങ്ങളുടെ ജോലിയിൽ താങ്കൾ ഒട്ടും ശരിയാവില്ല എന്ന് പോലും തോന്നി. പിന്നെ താങ്കളുടെ ഉള്ളിലെ ടെറർ പുറത്തേക്ക് വന്നപ്പോഴാണ് ശരിക്കുമുള്ള ഗുണ്ടാ പുഷ്കരനെ ഞങ്ങൾക്ക് പിടികിട്ടിയത്. ഞങ്ങളുടെ ജോലിക്ക് താങ്കൾ ഫിറ്റാണ്, 100%. താങ്ക് യു സാർ. എന്റെ ജോലി എന്താണെന്ന് പറയൂ സാർ. ഞങ്ങൾക്കൊരു നാഷണലൈസ്ഡ് ബാങ്കുമായി ടൈപ്പ് ഉണ്ട്. അവർ വിദ്യാഭ്യാസ വായ്പയായി കൊടുത്ത 540 കോടി രൂപ പലരിൽ നിന്നും പിരിക്കാൻ ബാങ്ക് നമ്മുടെ കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പിരിക്കുകയാണ് തന്റെ ജോലി. ആണോ? തന്നെ പോലെയുള്ള പല ഗുണ്ടകളെയും ഞങ്ങൾ ജോലിക്കെടുത്തിട്ടുണ്ട്. തീരെ അടയ്ക്കാത്തവർക്ക് ബാങ്ക് എല്ലാ നോട്ടീസും കൊടുത്ത് ഒരു രക്ഷയില്ലാത്ത ഘട്ടത്തിലാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. സോ കാശ് കിട്ടുന്നതിന് നമുക്ക് ഏതറ്റം വരെയും പോകാം. മനുഷ്യത്വമൊന്നും വിചാരിക്കണ്ട.
താൻ റെഡിയല്ലേ? റെഡി സാർ, റെഡിയാണ് സാർ. ഈശ്വര, ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. കാത്തോളേ, ചുമ്മാ നിൽക്കാതെ ഒന്ന് പ്രാർത്ഥിക്കടി. സോറി ദൈവമേ, കാത്തു രക്ഷിക്കണം. പണി കൊടുക്കണേ എന്റെ ഈശ്വര. ഇന്ന് അവന്മാര് വരുന്ന ദിവസം. എന്റെ മോളെ, നിന്റെ പഠിത്തത്തിനെടുത്ത ലോണാ, നിനക്ക് ഒരു പണിയും കിട്ടിയില്ലല്ലോ. എടി എന്താടി ഒരു കുലുക്കോ ഇല്ലാതെ ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ? അമ്മേ, ഒരു ഗതി ഇല്ലാത്തോണ്ട് വായ്പ എടുത്തു, പഠിച്ചു. ജോലിയൊന്നും കിട്ടിയില്ല. അടയ്ക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് അടയ്ക്കുന്നുമില്ല. ആദ്യം ബാങ്ക് കോടിക്കണക്കിന് രൂപ അടയ്ക്കാനുള്ള ആ വിജയമല്യ പോലുള്ളവരെ പിടിക്കട്ടെ, എന്നിട്ട് നമ്മൾ പിടിച്ചാ മതി. എടി നീ വലിയ വായിൽ വർത്താനം പറയാതെ. അവന്മാര് ഗുണ്ടകളായിട്ട് വന്ന നമ്മൾ എന്താ ഇവിടെ? അങ്ങനെ വന്ന ചെയ്യേണ്ട കാര്യങ്ങളാ ഞാൻ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ കുത്തിയത് കൊണ്ട് എന്ത് കാര്യമാടി? കാണാൻ പോകുന്ന കാര്യം എന്തിനാ അമ്മയെ പറഞ്ഞറിയിക്കുന്നെ? അമ്മയോട് പറഞ്ഞ 2 കാര്യം അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അതെന്താടി? 1 മണ്ണെണ്ണ, 2 തീപ്പെട്ടി. എന്നിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ആ ആത്മഹത്യ ലൈവായിട്ട് പിടിക്കാൻ റെഡിയായി ചാനലുകാർ ഗേറ്റിനപ്പുറം ആരും അറിയാതെ ക്യാമ്പ് ചെയ്യുന്നു. ഈ ആത്മഹത്യയെ കുറിച്ച് ചർച്ച ചെയ്യാനായി പ്രമുഖർ ഇപ്പോഴേ റെഡിയായി വീട്ടിലിരിക്കുന്നു. ഇനി ആ ഗുണ്ടകൾ വന്നാൽ മാത്രം മതി. നീ എന്തൊക്കെയാടി പറയുന്നേ? അമ്മേ, വിദ്യാഭ്യാസ ലോൺ പിരിക്കാൻ അലയൻസ് കമ്പനി ഗുണ്ടകളുമായിട്ട് വരുമ്പോ അവർക്ക് മുന്നിൽ ഒരു അമ്മയും മകളും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞു. ലക്ഷക്കണക്കിന് പേർ ആ വീഡിയോ കണ്ടു. ചാനലുകാരും MLA മാരും ഒക്കെ അറിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പ്രസ്താവന ഇറക്കാൻ റെഡിയായിരിക്കുക. എടി, ബാങ്കിൽ നിന്ന് കാശെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിവില്ലെങ്കിലേ അത് വസൂലാക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് നിന്നെ മതി. നിന്നെ വിറ്റ് കമ്പനി കാശ് മുതലാക്കോ. കാശ് ചോദിച്ചു വന്നപ്പോ കുളിച്ച് കാണിച്ചേരണ. അതൊക്കെ വേറെ കാണിച്ചാൽ അടുത്ത് പോകരുത്, ഞാൻ ആത്മഹത്യ ചെയ്യും. അടുത്ത് പോകരുത്. നിങ്ങൾക്ക് കാശ് അനാവശ്യം കാണിക്കുന്നതാ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയുടെ നേർചിത്രമാണ്. വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാൻ ഗതിയില്ലാത്ത പാവങ്ങളെ ബലം ഉപയോഗിച്ച് കാശ് പിരിക്കാൻ ബാങ്ക് അലയൻസ് കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കമ്പനി ഗുണ്ടകളെ വിട്ട് കാശ് പിരിക്കുമ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന പെൺകുട്ടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കേരളം എങ്ങോട്ട്? നമ്മുടെ ബാങ്കുകൾ സാധാരണക്കാർക്കോ അതോ പണക്കാർക്കോ? ആർക്ക് വേണ്ടിയെന്നുള്ള ചോദ്യം ഉയരുന്നു. സനു സാർ, അവനെ പിടിച്ചിറങ്ങിക്കോ. ശരിക്കും അടിയുടെ പൂരം തന്നെ ആയിരുന്നല്ലോടാ നിനക്ക്. അതെ, തോറ്റു. ഇത് പുഷ്കരനല്ലേ? പുഷ്കരനത് എന്ത് പറ്റി? സാറ് നല്ലൊരു കോളൊപ്പിച്ച് തന്നില്ലേ 2 ലക്ഷത്തിന്റെ? അതാ, ഇതിലും ഭേദം കൊട്ടേഷൻ ആയിരുന്നു സാറേ. ഓർമ്മയില്ലടാ.